കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത നടപടിയിൽ വീണ്ടും ആരിഫ് മുഹമ്മദ് ഖാന് തിരിച്ചടി. സ്റ്റേ നീക്കണമെന്ന ചാൻസലറുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. വിസിയുടെ പട്ടിക തള്ളി ഗവർണർ നാമനിർദ്ദേശം ചെയ്ത വിദ്യാർത്ഥികൾക്ക് എന്ത് അധിക യോഗ്യതയാണുള്ളതെന്ന് വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. ഉമേഷ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഉമേഷ്, ഹൈക്കോടതി നിരീക്ഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാവ്യ, ജസ്റ്റിസ് ടി.ആർ. രവിയാണ് ഈ ഹർജി ഇന്ന് വീണ്ടും പരിഗണിച്ചത്. കേരള സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലർ നാമനിർദ്ദേശം ചെയ്ത വിദ്യാർത്ഥികളെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് VC നൽകിയ പട്ടികയിൽ ഉള്ള വിദ്യാർത്ഥികളാണ് ഈ ഹർജി നൽകിയത്. ഈ ഹർജി നേരത്തെ ഇതിനു മുൻപ് കോടതി പരിഗണിച്ചപ്പോൾ ഈ ചാൻസലർ നാമനിർദ്ദേശം ചെയ്തവരുടെ ആ നടപടി കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഈ സ്റ്റേ നീക്കണം എന്നാണ് ഇന്ന് ഹർജി പരിഗണിച്ചപ്പോൾ ചാൻസലർ കോടതിയോട് ആവശ്യപ്പെട്ടത്. ചാൻസലർക്ക് വേണ്ടി അഭിഭാഷകൻ കോടതിയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ സ്റ്റേ നീക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചതെന്ന് മാത്രമല്ല 3 ആഴ്ചത്തേക്ക് സ്റ്റേ നീട്ടി നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ചാൻസലർ ഇന്ന് കോടതി അറിയിച്ചത് ഈ സെനറ്റിലേക്ക് ആര് നാമനിർദ്ദേശം ചെയ്യണം എന്നുള്ളത് തൻ്റെ വിവേചനാധികാരമാണ്, അത് ചാൻസലറുടെ വിവേചനാധികാരമാണ് എന്നാണ് അഭിഭാഷകൻ കോടതി അറിയിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ VC നാമനിർദ്ദേശം ചെയ്ത ആ പട്ടികയിലുള്ളവരെക്കാൾ കൂടുതൽ എന്ത് അധിക യോഗ്യതയാണ് ഈ ചാൻസലർ നാമനിർദ്ദേശം ചെയ്തവർക്കുള്ളത് എന്ന കാര്യം വ്യക്തമാക്കണം എന്ന് കോടതി ജസ്റ്റിസ് ടി.ആർ. രവി ഇന്ന് വാക്കാൽ നിർദ്ദേശിക്കുകയുണ്ടായി. അത് വ്യക്തമാക്കിയ ശേഷം തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് പോകാം എന്നാണ് ജസ്റ്റിസ് ടി.ആർ. രവി ഇന്ന് വാക്കാൽ നിർദ്ദേശിച്ചത്. പിന്നീട് കൂടുതൽ വാദപ്രതിവാദങ്ങളിലേക്ക് പോയില്ല. അങ്ങനെയാണ് ഈ സ്റ്റേ നീക്കണം എന്നൊരാവശ്യം ചാൻസലർ ഉന്നയിച്ചത്. എന്നാൽ ആ സ്റ്റേ നീക്കാൻ കോടതി തയ്യാറായില്ല. 3 ആഴ്ചത്തേക്ക് കൂടി സ്റ്റേ നീട്ടി നൽകുകയായിരുന്നു. ഇനി ക്രിസ്തുമസ് അവധിക്ക് ശേഷമായിരിക്കും ഈ ഹർജി കോടതി പരിഗണിക്കുക. ഒരുപക്ഷെ മറ്റൊരു ബെഞ്ചായിരിക്കും ഈ ഹർജി പരിഗണിക്കാനുള്ള സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്നും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ചാൻസലറായ ഗവർണർക്ക് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി തന്നെയാണ് ഉണ്ടായത്. ഈ ഹർജി ആദ്യം പരിഗണിച്ച വേളയിൽ തന്നെ ചാൻസലറുടെ ആ നടപടി കോടതി സ്റ്റേ ചെയ്തിരുന്നു. ആ സ്റ്റേ നീക്കണം എന്ന ആവശ്യം ഇന്നും കോടതി അംഗീകരിച്ചില്ല, സ്റ്റേ നീട്ടുകയും ചെയ്തു. ഉമേഷ്, അങ്ങനെ ഒരു വിവേചനാധികാരം തനിക്കുണ്ട് എന്ന് ചാൻസലർ പറയുമ്പോൾ പോലും അതിന് വളരെ കൃത്യമായി ഈ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആളുകളുടെ യോഗ്യത അത് കോടതിക്ക് മുൻപാകെ അടക്കം വിശദമാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ചാൻസലർ കൂടിയായ ഗവർണർ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. ഒരു വലിയ തിരിച്ചടി എന്നൊരു ബാധ്യതയുണ്ട്. കാരണം ഈ 3 ആഴ്ചയ്ക്കകം ആ ഒരു ചോദ്യത്തിൽ വളരെ കൃത്യമായ വ്യക്തമാക്കലുകൾ നടക്കേണ്ടതല്ലേ? അതെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. കാരണം 3 ആഴ്ചത്തേക്ക് സ്റ്റേ നീട്ടിയതോടൊപ്പം കോടതി കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ എതിർകക്ഷികളായവർ, പ്രത്യേകിച്ച് ചാൻസലർ അടക്കമുള്ളവർ വളരെ വിശദമായ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കണം എന്നൊരു നിർദ്ദേശം കൂടി കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, എന്തുകൊണ്ടാണ്, എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സ്വന്തം നിലയിൽ ചാൻസലർ നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത്? VC നൽകിയ പട്ടിക തള്ളിക്കൊണ്ട് അതിലുപരിയായി എന്ത് യോഗ്യതയാണ് ഈ ചാൻസലർ നാമനിർദ്ദേശം ചെയ്തവർക്കുള്ളത് എന്ന് വ്യക്തമാക്കണം. അതുൾപ്പെടെ ചാൻസലർ ചെയ്ത നടപടി ശരിയാണ് എന്ന് തെളിയിക്കാൻ എന്ത് കാര്യമാണുള്ളത് എന്ന കാര്യം ഈ അഫിഡവിറ്റായി, എതിർ സത്യവാങ്മൂലം കൗണ്ടർ അഫിഡവിറ്റായി സമർപ്പിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചാൻസലർക്ക് വ്യക്തമാക്കേണ്ടി വരും. ആ എതിർ സത്യവാങ്മൂലം കോടതിക്ക് മുമ്പാകെ വന്ന ശേഷമായിരിക്കും ഇനി വിശദമായ വാദത്തിലേക്ക് കോടതി കടക്കുക. അത് ക്രിസ്തുമസ് അവധിക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക. ഇതിൽ ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ച കാര്യമുണ്ട്. ഇത്തരത്തിൽ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥി മണ്ഡലത്തിൽ നിന്ന് അടക്കം നാമനിർദ്ദേശം ചെയ്യുമ്പോൾ അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. സർവകലാശാല നിയമത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള യോഗ്യതയുള്ളവരായിരിക്കണം ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അത് പ്രകാരമാണ് വൈസ് ചാൻസലർ ഒരു പട്ടിക തയ്യാറാക്കി വിദ്യാർത്ഥികളുടെ ഈ ക്വാളിഫിക്കേഷനൊക്കെ പരിഗണിച്ച് അവരുടെ കലാകായിക മേഖലകളിലെ സംഭാവനയൊക്കെ പരിഗണിച്ച് കൃത്യമായ ഒരു ലിസ്റ്റാണ് വൈസ് ചാൻസലർ തയ്യാറാക്കി നൽകിയത്. എന്നാൽ അത് പൂർണ്ണമായും തള്ളിക്കൊണ്ട് പ്രത്യേകിച്ച് ABVP ഭാരവാഹികളായവരെയൊക്കെ സെലക്ട് ചെയ്ത് നാമനിർദ്ദേശം ചെയ്യുമ്പോൾ അതിനെന്താണ് മാനദണ്ഡം ആക്കിയത് എന്നുള്ളതാണ് ഈ ഹർജിക്കാരും ചോദിക്കുന്നത്. കോടതിയും ആ ഒരു ചോദ്യം ഇപ്പോൾ ചോദിച്ചിരിക്കുകയാണ്. ഇതിൽ എതിർകക്ഷികളായ വിദ്യാർത്ഥികൾ, അതായത് ചാൻസലർ നാമനിർദ്ദേശം ചെയ്ത ABVP ഭാരവാഹികളായ വിദ്യാർത്ഥികൾ പറയുന്നത് ഇതിന് പ്രത്യേക സ്റ്റാറ്റ്യൂട്ടില്ല, പ്രത്യേക മാനദണ്ഡങ്ങളില്ല.
ചാൻസലർക്ക് ഇഷ്ടമുള്ളവരെ നിയമിക്കാം എന്നാണ്. അതുമായി ബന്ധപ്പെട്ട പ്രത്യേക നിയമത്തിൽ ഒന്നും പറയുന്നില്ല എന്നൊക്കെയാണ് അവരുടെ വാദമുണ്ടായത്. ചാൻസലറും സമാനമായ വാദം ഉന്നയിക്കുന്നു. അത് തൻ്റെ വിവേചനാധികാരമാണ് എന്ന് പറയുന്നു. അത് കോടതി വിശദമായി പരിശോധിക്കും. അതിലുപരിയായി ഈ യോഗ്യതയുള്ളവരെ തള്ളി മറ്റ് ചിലരെ നാമനിർദ്ദേശം ചെയ്യാൻ അവർക്കെന്ത് അധിക യോഗ്യതയാണുള്ളത് എന്നുകൂടി വ്യക്തമാക്കണം എന്നാണ് ജസ്റ്റിസ് ടി.ആർ. രവിയുടെ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. അത് വാക്കാലല്ല, അത് എതിർ സത്യവാങ്മൂലമായി തന്നെ 2 ആഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കണം എന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ക്രിസ്തുമസ് അവധിക്ക് ശേഷം ഈ കോടതിക്ക് മുമ്പാകെ ഈ എതിർ സത്യവാങ്മൂലങ്ങളെല്ലാം വരും. ഒപ്പം വിശദമായ വാദപ്രതിവാദവും ഉണ്ടാകും. ഉമേഷ്, ഒരു വാദപ്രതിവാദത്തിലേക്ക് കാര്യങ്ങൾ കടന്നില്ല എങ്കിൽ കൂടിയും വൈസ് ചാൻസലർ സമർപ്പിച്ച ലിസ്റ്റ്, അതായത് സർവകലാശാല സമർപ്പിച്ച ലിസ്റ്റാണ് പൂർണ്ണമായും ചാൻസലർ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അവിടെ കൃത്യമായി ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയമായ വാദപ്രതിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. എങ്കിലും അതിനപ്പുറത്തേക്ക് ഒരു സർവകലാശാലയിലാണ് ഈ നിലയ്ക്കുള്ള ഒരു എല്ലാ യോഗ്യതാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു അമിതമായ ഇടപെടൽ അത് നടന്നിരിക്കുന്നത് എന്നത് പൂർണ്ണമായും തെറ്റാണ്. അത് പൊതുസമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കേണ്ട ഒരു ബാധ്യത എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ കോടതിക്ക് മുന്നിലും കൂടുതൽ വ്യക്തമാക്കലുകളുടെ സാഹചര്യത്തിലേക്ക് ഗവർണറെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് എന്നും പറയേണ്ടി വരില്ലേ? തീർച്ചയായും. കാരണം സാധാരണഗതിയിൽ ഇതിൻ്റെ കീഴ്വഴക്കമനുസരിച്ച് ഇത്തരത്തിൽ സർവകലാശാല സെനറ്റിലേക്ക് വിദ്യാർത്ഥി മണ്ഡലത്തിൽ നിന്നും നാമനിർദ്ദേശം ചെയ്യപ്പെടുമ്പോൾ അത് സർവകലാശാല തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു പട്ടിക തയ്യാറാക്കുക. വൈസ് ചാൻസലർ ഒരു പട്ടിക തയ്യാറാക്കി ചാൻസലർക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുക. അതിൽ നിന്ന് ആ പട്ടികയിൽ നിന്ന് ചാൻസലറാണ് ആരെയൊക്കെ നോമിനേറ്റ് ചെയ്യണമെന്ന് ആ പട്ടിക ആധാരമാക്കിയാണ് സാധാരണഗതിയിൽ ആ നടപടികൾ പൂർത്തിയാക്കുക. എന്നാൽ അതിനെല്ലാം വിരുദ്ധമായി VC നൽകിയ പട്ടിക പൂർണ്ണമായും തള്ളിക്കൊണ്ട് സ്വന്തം നിലയിൽ ഗവർണർ ചിലരെ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതും അവരുടെ യോഗ്യത സംബന്ധിച്ച് വിശദമായ പരിശോധനകൾ വന്നു. അവരുടെ യോഗ്യത സംബന്ധിച്ചൊക്കെ ഇതിനകം തന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ വിവരങ്ങൾ പുറത്തു വന്നു. ഈ VC നൽകിയ പട്ടികയിലുള്ളവരുടെ യോഗ്യതയും ചാൻസലർ നാമനിർദ്ദേശം ചെയ്തവരുടെ യോഗ്യതയും തമ്മിൽ താരതമ്യം ചെയ്യപ്പെടുമ്പോൾ വളരെ കുറവാണ് അവരുടെ യോഗ്യത എന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നതാണ്. പക്ഷേ കോടതിയാകുമ്പോൾ അത് കൃത്യമായ നിയമപരമായി തന്നെ കോടതിക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവരുടെ യോഗ്യത, എന്തടിസ്ഥാനത്തിലാണ് ഇവരെ നിയമിച്ചത്? ഈ വിവേചനാധികാരം എന്ന് പറയുമ്പോൾ ആദ്യം VC നൽകിയ പട്ടികയിലുള്ളവരെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് പുതിയവരെ നിയമിക്കുമ്പോൾ അതിനെന്താണ് അധികമായി യോഗ്യത അവർക്കുള്ളത് എന്ന കാര്യം വിശദീകരിക്കണം എന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ VC നൽകിയ പട്ടികയിലുള്ളവർ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച്, പ്രത്യേകിച്ച് അതിനൊരു നടപടിക്രമങ്ങളുണ്ട്. പരീക്ഷാ കൺട്രോളറുടെ ലിസ്റ്റിൽ കൺട്രോളർ നൽകുന്ന ആ ലിസ്റ്റിൽ നിന്ന്, ആ പട്ടികയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റാങ്ക് നേടിയവരെ സെലക്ട് ചെയ്യുന്നത്. അതിൽ നിന്നാണ് ഈ സെനറ്റിലേക്ക് VC ഒരു പട്ടിക തയ്യാറാക്കി ചാൻസലർക്ക് സമർപ്പിക്കുന്നത്. അങ്ങനെ റാങ്ക് ജേതാക്കളായ അല്ലെങ്കിൽ പരീക്ഷയിൽ ഏറെ മുന്നിലെത്തിയവരുടെ പേരുകൾ തയ്യാറാക്കിയാണ് ഇതിൽ ഈ ചാൻസലർക്ക് കൈമാറിയത്. ഒപ്പം കലാകായിക മേഖലയിൽ നിന്നാണെങ്കിലും സമാനമായ രീതിയിൽ, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി കലോത്സവത്തിലൊക്കെ വിജയിയായ കലാപ്രതിഭയായ ആളാണ് കലാരംഗത്ത് നിന്ന് VC ശുപാർശ ചെയ്തത്. ഒപ്പം കായിക മേഖലയിൽ നിന്നാണെങ്കിലും ഇത്തരത്തിൽ വടംവലി മത്സരത്തിൽ ദേശീയ വെങ്കല മെഡൽ ജേതാവിനെയാണ് കായിക മേഖലയിൽ നിന്ന് VC ശുപാർശ ചെയ്തത്. എന്നാൽ ഇങ്ങനെയുള്ള അക്കാദമിക് യോഗ്യതകൾ അല്ലെങ്കിൽ കലാകായിക രംഗത്തു നിന്ന് മികച്ച സംഭാവന നൽകിയവരൊക്കെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ചാൻസലർ സ്വന്തം നിലയിൽ 4 പേരെ ഈ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നു. അവരുടെ യോഗ്യത പരിശോധിക്കുമ്പോൾ അവരിൽ ഒരാൾ ABVPയുടെ യൂണിറ്റ് പ്രസിഡന്റാണ്, മറ്റുള്ളവർ ABVP ഭാരവാഹികളാണ് എന്നൊക്കെയാണ് അവരുടെ യോഗ്യതയായി വരുന്നത്. എന്ന് മാത്രമല്ല, അവരുടെ അക്കാദമിക് തലത്തിൽ പരിശോധന നടത്തിയാലും പലരുടെയും റിസൾട്ട് വരാത്തവരുണ്ട്. പലരും അവരുടെ മാർക്ക് വളരെ പിന്നിലാണ്. കലാകായിക മേഖലകളിലും വലിയ ഒരു പ്രകടനം കാഴ്ചവെച്ചവർ എന്ന് പറയാൻ കഴിയില്ല. ഇവരെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ആ നിലയിലൊക്കെയാണ് കണ്ടത്. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നാമനിർദ്ദേശം നടത്തി, അത് എന്തടിസ്ഥാനത്തിൽ എന്നുള്ളത് വ്യക്തമാക്കാനുള്ള ബാധ്യത ചാൻസലർക്കുണ്ട് എന്നുള്ളതാണ്. അത് കോടതിയും അത് തന്നെയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. ശരി ഉമേഷ്, എന്തായാലും ചാൻസലർ കൂടിയായ ഗവർണർക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തധിക യോഗ്യതയാണ് ചാൻസലർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർക്ക് എന്നുള്ളത് വരുന്ന 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഹൈക്കോടതിയിൽ വിശദീകരിക്കേണ്ടി വരും. എന്തായാലും സ്റ്റേ നീക്കണമെന്ന ആവശ്യം ഇപ്പോൾ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നില്ല എന്നതാണ് ഉമേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്.